ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡോറയുടെ ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ. ഡോറയ്ക്ക് ഭയങ്കര ആഗ്രഹം ദിവസം കൊണ്ടേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വേണം 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 ഈ സാധനം. ഭയങ്കര ആഗ്രഹം പിടിച്ചിട്ട് കൊതി മൂത്തൊരു സാധനം ഇന്ന് എന്തായാലും ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, എന്തോ കുക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാവേ. വലിയ സംഭവമൊന്നുമല്ല, എന്നാലും എല്ലാവരും വീട്ടിൽ വാങ്ങിക്കുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. സാധാരണക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കേട്ടോ. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ളവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അപ്പോൾ നമ്മുടെ ഗബ്രൂട്ടൻ ഹായ് കാണിക്കുന്നത് കേട്ടോ. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് ഞാനും കൂടി ഇരിക്കണം എന്ന് പറഞ്ഞു. സത്യത്തിൽ ഡോറയുടെ കുക്കിംഗ് വീഡിയോ ആണ്. അതിന് ഇൻട്രൊഡക്ഷൻ പറയാൻ ഞാനും കൂടി ഇരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്നും ഇരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം. അപ്പൊ എന്താന്നല്ലേ, വേറെ ഒന്നുമല്ല, സിമ്പിൾ സാധനം, കപ്പ, ചീനി എന്നൊക്കെ പറയും. എനിക്ക് കുറേ ദിവസം കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വേവിച്ചോ അല്ലെങ്കിൽ പുഴുങ്ങിയോ എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ 2 തവണ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞതിൽ ഇച്ചാൻ മറന്നുപോയേ. അന്നേരം അത് കഴിഞ്ഞ പിന്നെ ഏതും വിറ്റുണ്ടെന്നറിയാവോ. പിന്നെ ഞാൻ ഫോണിൽ നോക്കുമ്പോഴെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ മാത്രം. ഒന്നെങ്കിൽ ചീനിയും മുളകുടച്ചത്, അല്ല ചീനിയും മീൻകറി, എല്ലാം അത് തന്നെ വരുന്നത്. അവസാനം ഞാൻ മാറ്റി വിട്ടു. അങ്ങനെ ഇന്ന് കയ്യോടെ ഞാനിതാ മേടിപ്പിച്ചിട്ടുണ്ട് സംഭവം. ഇത് ഇവിടെ എവിടെ നിന്ന് മേടിച്ച ആഞ്ഞിലിമുട്ടിന്നാ പോയി മേടിച്ചതിനകത്ത്. അപ്പം നല്ല കണ്ടത്തിലെ ഇതാന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇതിനകത്ത് നല്ല ചെളിയുണ്ടോ. ഞാൻ എന്താ എടുക്കാൻ അവനെ അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നല്ല രീതിയിൽ കഴുകി ഇത് കണ്ടോ. ഇപ്പൊ കുറച്ച് മണ്ണൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ കഴുകി എടുത്തതിന് ശേഷമാണ് അപ്പൊ ഇതിനകത്ത് ചെറുതും വലുതും ഉണ്ട്. എനിക്ക് പറ്റുന്ന അത്ര ഞാൻ പൊളിക്കാന്ന് വിചാരിച്ചു. എനിക്ക് സത്യത്തില് ഇത് പൊളിക്കുമ്പോ എനിക്ക് കഥ പറയാനുണ്ട്. കഥയല്ല, എന്റെ ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെ പറഞ്ഞു ഇല്ല, ഇവിടെ കയറ്റി ഇരുത്താൻ ഞാൻ പറഞ്ഞില്ലേ അന്നേരം. എന്നാ സന്തോഷം. ഇടുക്കിയിലൊക്കെ ഫേമസ് ആണല്ലോ കപ്പവാട്ടെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടങ്ങളിലൊന്നും അങ്ങനെ ഇല്ല. അവന് സന്തോഷമായി. ചാടിയപ്പോ പോയതാ കപ്പവാട്ടെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഇതുപോലെ, അച്ഛനും ഒക്കെ കപ്പവാട്ടിന് പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഒരു തവണ ഞാൻ കൊച്ചായിരുന്നു, എനിക്കൊന്നും അങ്ങനെ അസുഖമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അന്നേരം ഞാനും എൻ്റെ അമ്മയും ഒക്കെ കൂടെ ഇങ്ങനെ കപ്പ വാട്ടുന്ന ഓരോ വീടുകളുണ്ടല്ലോ, അവിടെ പോകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കപ്പകൾ ഇങ്ങനെ കൂട്ടിയിടത് ഇങ്ങനെ മെഷീൻ വെച്ച് ഇങ്ങനെ ചക്കച്ചൊക്കെ അരിയുന്നതും വാട്ടുന്നതൊക്കെ അച്ഛനായിരിക്കും. അപ്പം ഞാൻ ചെറിയൊരു കത്തിയൊക്കെ ആയിട്ട് ചെറിയ ഇതുപോലത്തെ ചെറിയ കപ്പകൾ കാണുമല്ലോ, അതൊക്കെ ഞാൻ പൊളിക്കും കേട്ടോ. അന്നേരം എൻ്റെ കൈ മുറിഞ്ഞതും ഞാൻ ആരും അറിയാതെ വെള്ളത്തിൽ കൊണ്ട് മുക്കിയതും പിന്നെ കപ്പ വാട്ടുന്നതും കപ്പ പുഴുക്കും അതെല്ലാം ഇതിപ്പോൾ ഇങ്ങനെ കപ്പ പൊളിക്കുമ്പം ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് പഴയത് ഇങ്ങനെ ഓർത്തെടുക്കുന്നു. അച്ഛൻ്റെ അമ്മയില്ല കേട്ടോ, അമ്മയില്ല, അച്ഛൻ്റെ അച്ഛനും ഇല്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇത് കപ്പ പൊളിച്ചപ്പോൾ ഓർക്കും. അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ ഒന്നായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇവിടെ ഇച്ചാൻ അത്രയ്ക്ക് ഇച്ചാൻ അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. എനിക്ക് ഇതുപോലെ ചേമ്പ്, ചേന, കാച്ചിൽ, ഈ സാധനങ്ങളൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ചീനി ചെറിയ പീസുകളാക്കിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പം അതവിടെ സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് വറവിടാനും അതുപോലെ ഇച്ചിരി ചമ്മന്തി അരയ്ക്കാം. നമുക്ക് വേറെ ഒന്നും ഇരിപ്പില്ല, അതുകൊണ്ട് നമുക്ക് ഒരു ചമ്മന്തി, മുളക് ചമ്മന്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കൊച്ചുള്ളി പൊളിക്കാമെന്നുള്ളത് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിനകത്തോട്ട് പൊളിച്ചിടാം. ഇതാണ് ഇനി ടാസ്ക്. പൊളിക്കട്ടെ. അപ്പോഴാ നമ്മുടെ കപ്പ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി. സത്യം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ തിളയ്ക്കുമ്പം വേകുന്നു എന്ന് പറയുന്ന കപ്പ, അതുപോലത്തെ കപ്പയായിരുന്നു. ഇവിടെ തിളച്ചപ്പോഴേ വെന്തു. അപ്പോൾ ഞാനത് ഊറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് വറ്റൻമുളകും കറിവേപ്പിലും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇത് മാത്രം എടുത്തു. പിന്നെ ഇവിടെ കുറച്ച് എന്താണ്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഇതും പച്ചമുളക്, കാന്താരിയൊക്കെയാണ് വേണ്ടത്. കാന്താരി ഒന്നും നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ മുളക് കറിക്കാൻ മാത്രമേ ഉണ്ടോ? ഞാൻ നോക്കി. അയ്യോ പച്ചമുളക്
നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ ദേ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇടിയലിൽ ഇവിടെ നിൽക്കുന്ന ആളെ എനിക്ക് അത്ര വിശ്വാസമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇടിയലിനകത്ത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി ഇട്ട് സെറ്റ് ചെയ്ത് ചമ്മന്തി ആകാറാകുമ്പോൾ കാണിക്കാവേ. അപ്പോൾ ചീനി പരിപാടിയൊക്കെ കഴിഞ്ഞാ? കഴിഞ്ഞ് നല്ല സമയം എടുത്ത്. അപ്പം എല്ലാം കഴിഞ്ഞാണ്ട് കടുക് വറുത്തിട്ട് ചമ്മന്തി അരച്ച് കല്ലേലിടിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് എൻ്റെ ഒരു കൊതി ഞാൻ നോക്കട്ടെ. എടുത്തിട്ട് ടേസ്റ്റ് ഉണ്ട്. നല്ല ചെറിയൊരു കയ്പുണ്ടായിരുന്നു അല്ലേ, ചെറുതായിട്ട്. പക്ഷെ നന്നായിട്ട് വെന്തു, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചെറിയൊരു കൊതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.